ലണ്ടൻ മുതൽ കൊൽക്കത്ത വഴി സിഡ്നി വരെ ഒരു ബസ് യാത്ര, അതും ഇന്നത്തെ പോലെ റോഡുകൾ വികസിക്കാതിരുന്ന കാലഘട്ടത്തിൽ. 1957 ഏപ്രിൽ 15-നാണ് ഈ ബസ്സിൻ്റെ ആദ്യ സർവീസ് ആരംഭിച്ചത്. ആദ്യ യാത്രക്ക് ഒരാളിൽ നിന്ന് ഈടാക്കിയത് 85 പൗണ്ടായിരുന്നു. ആദ്യ യാത്രയിൽ ആകെ 20 പേരാണ് ഉണ്ടായിരുന്നത്. ലണ്ടനിൽ നിന്ന് 50 ദിവസങ്ങൾ കൊണ്ട് 7997 കിലോമീറ്ററുകൾ പിന്നിട്ട് ജൂൺ മാസം 5-ാം തീയതി ബസ് കൽക്കത്തയിലെത്തി. ബെൽജിയം, പശ്ചിമ ജർമ്മനി, ഓസ്ട്രിയ, യുഗോസ്ലാവിയ, ബൾഗേറിയ, തുർക്കി, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ വഴിയായിരുന്നു യാത്ര. തുടർച്ചയായി സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ബസ് ഇടക്കുണ്ടായ ഒരു അപകടത്തെ തുടർന്ന് നിലച്ചു. തുടർന്ന് 1968 ഈ ബസ് സർവീസ് ബ്രിട്ടീഷ് യാത്രികനായ ആൻഡി സ്റ്റുവർട്ട് കൈവശമാക്കി. അദ്ദേഹം ഈ ബസ്സിനെ ഡബിൾ ഡെക്കർ സംവിധാനത്തോടെ കൂടുതൽ മനോഹരമാക്കി മാറ്റി. ആദ്യ യാത്ര ആരംഭിച്ചത് 1968 ഒക്ടോബർ മാസം 8-നായിരുന്നു. 132 ദിവസങ്ങളെടുത്ത് ഓസ്ട്രേലിയയിൽ നിന്ന് കപ്പൽ വഴി സിംഗപ്പൂരിലെത്തി ബർമ്മ, മലേഷ്യ, ഇന്ത്യ, പാകിസ്ഥാൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, തുർക്കി, ബൾഗേറിയ, യുഗോസ്ലാവിയ, ഓസ്ട്രിയ, പശ്ചിമ ജർമ്മനി, ബെൽജിയം വഴി ലണ്ടനിലേക്ക് യാത്ര നടത്തി. ഏകദേശം 10,000 കിലോമീറ്റർ പിന്നിട്ടാണ് ലണ്ടനിലെത്തിയത്. 8 അടി വീതിയുള്ള SPC X19W ആൽബർട്ട് ട്രാവൽസ് ബസ് ദീർഘദൂര യാത്രക്ക് സജ്ജമാക്കാവുന്ന രീതിയിൽ സിഡ്നിയിലെ ക്ലൈഡ് എഞ്ചിനീയറിംഗ് എന്ന സ്ഥാപനമാണ് നിർമ്മിച്ചത്. ആദ്യത്തെയും അവസാനത്തെയുമായി 2 തവണ മാത്രമാണ് ബസ് സിഡ്നിക്ക് സർവീസ് നടത്തിയത്. 1968-നും 1973-നും ഇടയിലെ ബാക്കി എല്ലാ സർവീസുകളും ലണ്ടനും കൊൽക്കത്തക്കും ഇടയിലായിരുന്നു. ഈ ബസ്സാണ് എക്കാലത്തെയും ലോകത്തെ ഏറ്റവും നീളം കൂടിയ ബസ് സർവീസ്. ഓസ്ട്രേലിയയിലെ ഫ്രീമാൻഡിൽ തുറമുഖത്ത് നിന്ന് കപ്പലിലാണ് ബസ് സിംഗപ്പൂരിലേക്ക് കടത്തിയത്. തിരികെ ലണ്ടനിൽ നിന്ന് കൊൽക്കത്തയിലെത്താൻ ശരാശരി 45 ദിവസങ്ങളാണ് എടുത്തത്. ഇതിനായി ഈടാക്കിയത് 145 പൗണ്ടും, ഏകദേശം അന്നത്തെ 13,518 രൂപ. ഇത് അക്കാലത്ത് വളരെ ഉയർന്ന തുകയായിരുന്നു. 20,000 കിലോമീറ്റർ ദൂരമാണ് ഇരുവശത്തേക്കുമായി ബസ് പിന്നിട്ടത്. അമൃത്സർ, ഡൽഹി, ആഗ്ര, അലഹബാദ്, ബനാറസ് വഴിയാണ് ബസ് കൽക്കത്തയിലേക്ക് എത്തിയത്. 45 ദിവസത്തെയും ഭക്ഷണം, താമസം എന്നിവ അടക്കമുള്ള തുകയായിരുന്നു 145 പൗണ്ട്. പ്രമുഖ എഴുത്തുകാരൻ സൽമാൻ റുഷ്ദി തൻ്റെ കുട്ടിക്കാലത്ത് ഈ ബസ് കടന്നു പോകുമ്പോൾ അത്ഭുതത്തോടെ നോക്കി നിന്നതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ബസ്സിനകത്ത് വിശാലമായ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത്. ആളുകൾക്ക് ബസ്സിൽ തയ്യാറാക്കിയ ബാൽക്കണിയിലൂടെ പുറം ലോകം കാണാനും ആസ്വദിക്കാനും അവസരം ഉണ്ടായിരുന്നു. പുസ്തകം വായിക്കാനും പ്രത്യേക സൗകര്യം ഒരുക്കിയിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി അടച്ചാൽ വിമാനമാർഗം യാത്രക്കാരെ പാകിസ്ഥാനിൽ എത്തിക്കുമെന്ന് ടിക്കറ്റിൽ എഴുതിയിരുന്നു അത്രേ. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് വിസക്കാവശ്യമായ 10 ഫോട്ടോഗ്രാഫുകൾ തയ്യാറാക്കി വെക്കാൻ ആവശ്യപ്പെടുമായിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ തർക്കം രൂക്ഷമായതോടെ ബസ്സിൻ്റെ യാത്ര കാബൂൾ വരെ മാത്രമായി ചുരുക്കേണ്ടി വന്നു. ബസ്സിൽ അടുക്കളയും വായനാമുറിയും സജ്ജീകരിച്ചിരുന്നു. യാത്രക്കിടെ താജ്മഹൽ, ബനാറസ്, കാസ്പിയൻ കടൽ തീരം, ഖൈബർ ചുരം എന്നിവ കാണാനും ടെഹ്റാൻ, സാൽസ്ബർഗ്, കാബൂൾ, ഇസ്താംബൂൾ, വിയന്ന എന്നിവിടങ്ങളിൽ ഷോപ്പിംഗ് നടത്താനും സൗകര്യം ഉണ്ടായിരുന്നു. 1976 യാത്ര അവസാനിപ്പിക്കുന്നതുവരെ ആകെ 15 സർവീസുകളാണ് ഈ ബസ് നടത്തിയത്. ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും മറ്റും ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ കാരണമാണ് ബസ് സർവീസ് അവസാനിപ്പിക്കേണ്ടി വന്നത്. എന്നാൽ 2004 താൻ 30 വർഷം മുമ്പ് കൈമാറിയ ആൽബർട്ട് ബസ് ആൽബി സ്റ്റുവർട്ട് തിരികെ വാങ്ങുകയും എൻജിൻ റീകണ്ടീഷൻ ചെയ്ത് വീണ്ടും ഒരു യാത്ര പ്ലാൻ ചെയ്യുകയും ചെയ്തു. മനോഹരമായ പെയിൻറ് ചെയ്ത ബസ്സിൽ ചൈന വഴി സിൽക്ക് റൂട്ടിലൂടെ ഒരിക്കൽ കൂടെ ഇംഗ്ലണ്ടിലേക്ക് യാത്ര ചെയ്തു. ഇംഗ്ലണ്ടിൽ നിന്ന് കപ്പൽ മാർഗം ബസ് സിഡ്നിയിലെത്തിച്ചു. അവിടെ വെച്ച് ബസ് ലേലം ചെയ്ത് വിൽക്കുകയായിരുന്നു. രാജ്യങ്ങൾ തമ്മിൽ ഇന്നത്തെ പോലെ തീവ്ര ദേശീയതയിൽ ഊന്നിയ വിദ്വേഷമില്ലാതിരുന്ന കാലത്ത് 100 കണക്കിന് ചെക്ക് പോസ്റ്റുകൾ താണ്ടി സർവീസ് നടത്തിയ ആൽബർട്ട് ട്രാവൽസ് ഒരു തരത്തിൽ പറഞ്ഞാൽ യൂറോപ്പിനെയും ഏഷ്യയെയും ഓസ്ട്രേലിയയെയും കൂട്ടിയിണക്കുന്ന ഒരു കണ്ണിയായി പ്രവർത്തിച്ചു. രാജ്യങ്ങളുടെ അതിർത്തി ബന്ധനമില്ലാതെ സ്വതന്ത്രമായി ലോകം മുഴുവൻ സഞ്ചരിക്കാൻ കഴിയുന്ന നല്ലൊരു നാളെ എന്നെങ്കിലും വരുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.